സമൂഹത്തിൽ നന്മയുടെയും ധാർമ്മികതയുടെയും പ്രഭാവലയത്തിൽ നിൽക്കുന്നവർ പെട്ടെന്നൊരു ദിവസം നിയമത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിലാകുന്നത് നാം പലപ്പോഴും കാണാറുണ്ട്. ലഹരിക്കെതിരെ പോരാടിയും തകർന്ന ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ പ്രസംഗിച്ചും പ്രസക്തനായ ഫിലിപ്പ് മമ്പാടിൻ്റെ അറസ്റ്റ് കേരളീയ പൊതുസമൂഹത്തിന് വലിയൊരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. കുട്ടികളോട് ഹൃദയം കൊണ്ട് സംസാരിക്കുകയും സ്വന്തം ജീവിത അനുഭവത്തിലൂടെ യുവാക്കളെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യസ്നേഹിയിൽ നിന്ന് ഇത്തരമൊരു വാർത്ത ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അയാൾ കെട്ടിപ്പൊക്കിയ സൽപ്പേരെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. നിലമ്പൂർ പോലീസാണ് ഫിലിപ്പ് മമ്പാടിനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇതിലെ വഞ്ചനയാണ്. പെൺകുട്ടിയുടെ മാനസിക വെല്ലുവിളികൾക്ക് പരിഹാരം തേടി രക്ഷിതാക്കൾ കൗൺസിലിങ്ങിനായാണ് ഫിലിപ്പിനെ സമീപിച്ചത്. ഇത്രയേറെ വിശ്വസ്തതയുള്ള ഒരാളായതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ പെൺകുട്ടി കുറച്ചുകാലം ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ആ വിശ്വാസത്തെയാണ് ഇദ്ദേഹം ചൂഷണം ചെയ്തത്. പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം 2025 സെപ്റ്റംബർ ആദ്യവാരത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത്. പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരമൊരു നിയമലംഘനം നടത്തി എന്നത് നിയമവ്യവസ്ഥയെ സംബന്ധിച്ചും ഗൗരവകരമായ കാര്യമാണ്. ഫിലിപ്പ് മമ്പാട് കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആയിരിക്കെ സ്വയം വിരമിച്ച വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ഇദ്ദേഹം ലഹരിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഈ വീഴ്ച വലിയൊരു പാഠമാണ്. മോട്ടിവേഷൻ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കാണുന്ന ചിലർ ജീവിതത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് തിരിച്ചറിയൽ പ്രയാസമാണ്. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ കൗൺസിലർമാരോടും വഴികാട്ടികളോടും ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. എന്നാൽ അന്ധമായ വിശ്വാസം ആർക്കും നൽകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുകയാണ്. വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഇരയുടെ വേദനയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുമ്പോൾ തന്നെ വെളിച്ചം പകരാൻ എത്തുന്നവർ ഇരുട്ടിൻ്റെ ഭാഗമാകാതിരിക്കാൻ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ഫിലിപ്പ് മമ്പാട് ചെയ്ത ഈ പ്രവൃത്തി ആദ്യം പുറത്തു വന്നപ്പോൾ സർവരും പറഞ്ഞത് ആര് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാലും ഫിലിപ്പ് മമ്പാട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന്. സമയം ഏറെ കഴിഞ്ഞില്ല. പോലീസ് വ്യക്തമായ തെളിവുകളാണ് ഫിലിപ്പ് മമ്പാടിനെതിരെ കണ്ടെത്തിയത്. മാനസിക പ്രയാസം നേരിടുന്ന ഈ കാരിയെ ഫിലിപ്പ് മമ്പാട് ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തമായി പോലീസ് കണ്ടെത്തി. അപ്പോഴാണ് ഇയാളുടെ കപടമുഖം ജനങ്ങൾക്ക് മനസ്സിലായത്. മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ സർവരെയും നന്നാക്കാൻ ശ്രമിക്കുന്നവർ ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഫിലിപ്പ് മമ്പാട് എന്ന മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹിയാണെങ്കിൽ, നല്ല നിലയിൽ മാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഇവർ വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടെന്ന് പലരുടെയും വീഡിയോകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒരു ചോദ്യം ഇവിടെ ഉയരുന്നു. ആരെയും വിശ്വസിക്കാനാകാത്ത കാലഘട്ടമായോ എന്ന ചോദ്യം.